UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ് ചേരുന്നുണ്ട്. ശ്രീ അടൂർ പ്രകാശ്, വലിയ പ്രതിഷേധം കോൺഗ്രസ് ആരംഭിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു MP ഇത്തരത്തിൽ നടുറോട്ടിൽ പോലീസിന്റെ ലാത്തിയാൽ ആക്രമിക്കപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ എങ്ങോട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നൊരു കാര്യമുണ്ട്. മാത്രവുമല്ല, അതിന് പുറത്തൊരു കേസും കൂടി ചുമത്തിയിട്ടുണ്ട്. ഷാഫി പറമ്പിൽ MPയെ സംബന്ധിച്ചിടത്തോളം ഈ കള്ളക്കേസുകൾ കുരുക്കി ഇന്നത്തെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതൊക്കെ മറച്ചു വെക്കുവാൻ വേണ്ടിയുള്ള ചില നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഷാഫി പറമ്പിൽ MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ അതുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്നിറങ്ങി എന്നുള്ളതിന്റെ പേരിൽ അത് പോലീസ് ആക്രമിക്കുകയും ആ അക്രമത്തിൽ അദ്ദേഹത്തിന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ നടപടികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. മാത്രമല്ല, അദ്ദേഹത്തെ പോലെയുള്ള ഒരു വ്യക്തിയെ പാർലമെന്റ് അംഗം എന്നുള്ളതിനേക്കാൾ ഉപരിയായി KPCCയുടെ ഉപാധ്യക്ഷൻ എന്നുള്ള നിലയിൽ, വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ ആക്രമിക്കുക എന്ന് പറയുന്നത് നീതിക്ക് നിരക്കുന്ന കാര്യമല്ല. ഇവിടെ ഇപ്പോ സ്വർണ്ണപ്പാളി വിഷയവുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് കോൺഗ്രസും അതുപോലെ തന്നെ UDFും മുമ്പോട്ട് പോകുന്നത്. അത്തരത്തിൽ പ്രക്ഷോഭങ്ങൾ അടിച്ചൊതുക്കുവാൻ വേണ്ടി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ നടപടികളുമായി പോകുന്നത് ഒരിക്കലും ഒരു നീതിക്ക് നിരക്കുന്നതല്ല എന്ന് പറയേണ്ടതായിട്ടുണ്ട്. ഈ സർക്കാർ ജനങ്ങളുടെ വെറുപ്പ് വാരിക്കൂട്ടുകയാണ്. ഒരിക്കലും ഇതൊന്നും കേരളം അംഗീകരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അത്